ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ക്രിസ്മസ് എക്സാം മോഡൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് നമുക്ക് എക്സാമൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് സോഷ്യൽ സയൻസിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ഇത്തരത്തിലുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരുന്നത്. ഒന്നാമത്തെ ചോദ്യം, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം. ഓപ്ഷൻ എ പുരുഷന് 21, സ്ത്രീക്ക് 18. ഓപ്ഷൻ ബി പുരുഷനും സ്ത്രീക്കും 18. ഓപ്ഷൻ സി പുരുഷനും സ്ത്രീക്കും 21. ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. ഇതിലേതാണ് ഉത്തരം എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി ആണ്. പുരുഷനും സ്ത്രീക്കും 18 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വേണ്ടി സാധിക്കും. രണ്ടാമത്തെ ചോദ്യം, ചുവടെ പേര് സൂചിപ്പിച്ചിട്ടുള്ളവരിൽ ആരായിരുന്നു ഗുപ്തരാജ്യം സ്ഥാപിച്ചത്? ഓപ്ഷൻ എ ശ്രീഗുപ്തൻ, ഓപ്ഷൻ ബി ചന്ദ്രഗുപ്തൻ ഒന്നാമൻ, ഓപ്ഷൻ സി സമുദ്രഗുപ്തൻ, ഓപ്ഷൻ ഡി സ്കന്ദഗുപ്തൻ. ആരായിരുന്നു? ശ്രീഗുപ്തനാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. മൂന്നാമത്തെ ചോദ്യം, ലോകസഭയുടെ അധ്യക്ഷൻ ആരാണ്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സ്പീക്കർ, പ്രധാനമന്ത്രി. ആരാണ്? സ്പീക്കറാണ്. നാലാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ പ്ലാസ്റ്റിക് പണത്തിന് ഉദാഹരണം ഏത്? ഇന്ത്യൻ രൂപ, ATM കാർഡ്, യൂറോ, ഇലക്ട്രോണിക് പണം. ഏതാണ്? ATM കാർഡാണ്. ഇനി അഞ്ചാമത്തേത്, ഹിരാകുണ്ട് നദീതട പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? മഹാനദി, ഗോദാവരി, കാവേരി, കൃഷ്ണ. ഏതാണ്? മഹാനദിയിലാണ്. ഇനി അടുത്തത് 6ആണ്. 1950 ജനാധിപത്യ നിയമത്തെ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പാർലമെൻറ്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുപ്പുകളിലേക്കുള്ള നിയോജക മണ്ഡലങ്ങൾ നിശ്ചയിക്കുന്നതും അവയുടെ അതിർത്തി പുനർനിർണ്ണയിക്കുന്നതിനും വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുമുള്ള വ്യവസ്ഥകൾ ക്രോഡീകരിക്കുന്ന നിയമമാണ് 1950 ജനാധിപത്യ നിയമം. എല്ലാ പാർലമെൻറ്റ് മണ്ഡലങ്ങളും ഏകാംഗ മണ്ഡലങ്ങളാണെന്ന് ഈ നിയമം അനുശാസിക്കുന്നു. നിയോജക മണ്ഡലങ്ങളുടെ വിഭജനം, പുനർനിർണയം, മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ, ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർമാർ, വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുള്ള ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ എന്നിവയുടെ നിയമനം, വോട്ടർ പട്ടിക തയ്യാറാക്കൽ തുടങ്ങിയ കാര്യങ്ങൾ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്ത ചോദ്യം 7ാമത്തേതാണ്. ജനസംഖ്യാ പഠനത്തിന് പരിഗണിക്കുന്ന മേഖലകളിൽ ഒന്നാണ് ചുവടെ നൽകിയിട്ടുള്ളത്. കൂടുതൽ മേഖലകൾ കണ്ടെത്തി പട്ടിക വിപുലപ്പെടുത്താൻ വേണ്ടി പറയുന്നുണ്ട്. ഒരു മേഖല ജനനിരക്കാണ്. പിന്നെന്തൊക്കെയാണ്? ജനസംഖ്യാ മാറ്റം, ആഭ്യന്തര കുടിയേറ്റം, രാജ്യാന്തര കുടിയേറ്റം, രോഗാതുരത. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ജനസംഖ്യാ പഠനത്തിന് പരിഗണിക്കുന്ന മേഖലകൾ. 8ാമത്തേത്, 3 ഘട്ടങ്ങളിലൂടെയാണ് ഒരു ബില്ല് നിയമമാകുന്നത്. ഏതൊക്കെയാണ് ഈ ഘട്ടങ്ങൾ? ഏതൊക്കെ ഘട്ടങ്ങളിലൂടെയാണ്? ഒന്ന്, 1ാം വായനയാണ്. ധനബില്ല് അല്ലാത്ത ഏതൊരു ബില്ലും ഇരുസഭകളിൽ ഏതെങ്കിലും ഒന്നിൽ മന്ത്രിയോ സ്വകാര്യ അംഗമോ അവതരിപ്പിക്കുന്നു. ഇനി അടുത്തത് 2ാം വായനയാണ്. 2ാം വായന എന്ന് പറഞ്ഞാൽ ഈ ഘട്ടത്തിൽ ബില്ല് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കുകയോ സഭയിൽ തന്നെ ചർച്ച ചെയ്യുകയോ ചെയ്യുന്നു. കമ്മിറ്റി ഘട്ടം എന്നും ഇത് അറിയപ്പെടുന്നു. മാറ്റങ്ങളോ ഭേദഗതികളോ ഈ ഘട്ടത്തിൽ സ്വീകരിക്കാം. ഇനി അടുത്തത് 3ാം വായനയാണ്. ബിൽ സഭ അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്നതാണ് 3ാമത്തെ വായന എന്ന് പറയുന്നത്. ഇനി അടുത്തത് 9ാമത്തെ ചോദ്യം, ഗുപ്തകാലത്തെ നഗരങ്ങളുടെ പട്ടികയിൽ കൂടുതൽ എണ്ണം കൂട്ടിച്ചേർക്കുക. ഇവിടെ തന്നിട്ടുള്ളത് പാടലീപുത്രം, ശ്രാവസ്തി. ഇനി ഏതൊക്കെയാണ്? ഉജ്ജയിനി, മധുര, വൈശാലി, കൗസാംബി, ശ്രാവസ്തി. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഗുപ്തകാലത്തെ നഗരങ്ങൾ എന്ന് പറയുന്നത്. 10ാമത്തെ ചോദ്യം, ബാർട്ടർ സമ്പ്രദായത്തിൽ നിങ്ങൾ കണ്ട പരിമിതികൾ എന്തെല്ലാമാണ്? എന്തൊക്കെയാണ്? വസ്തുക്കളുടെ വില നിർണ്ണയിക്കുന്നതിനുള്ള പ്രയാസം, അതുപോലെ തന്നെ നാം ആഗ്രഹിക്കുന്ന വസ്തുക്കൾ വാങ്ങാൻ സാധിക്കാതെ വരുന്നു, തനിക്ക് വിൽക്കാനുള്ള സാധനം വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥ, നിത്യോപയോഗ സാധനങ്ങൾ മാത്രമേ കമ്പോളത്തിൽ ലഭ്യമാവുകയുള്ളൂ. ഇതൊക്കെയായിരുന്നു പ്രധാനമായിട്ടുള്ള പരിമിതികൾ എന്ന് പറയുന്നത്. ഇനി 11, കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് ഏതെല്ലാം ആവശ്യങ്ങൾക്കായിരിക്കും ഉൽപ്പാദകർ വിനിയോഗിക്കുക? ഏതിനൊക്കെയാണ്? ആഹാരത്തിനായി, വിൽപ്പനക്കായി, അവിലുണ്ടാക്കുന്നു, മലറുണ്ടാക്കുന്നു, പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതിന്, കൃഷിക്കുള്ള വിത്ത്, കയറ്റുമതി. ഇത്രയ്ക്കുമാണ് നമ്മൾ കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് ഉപയോഗിക്കുന്നത്. 12, മധ്യ ഉന്നത തടത്തിൻ്റെ ഭൂമിശാസ്ത്ര സവിശേഷതകൾ എന്തൊക്കെയാണ്? സത്പുര പർവ്വത നിരക്ക് വടക്കുള്ള വിശാല പീഠപ്രദേശമാണ് മധ്യ ഉന്നത തടം. മാൾവ പീഠഭൂമി എന്ന് വിളിക്കുന്ന പ്രദേശത്തിൻ്റെ പടിഞ്ഞാറേ അരിക് ആരവല്ലി പർവ്വതമാണ്. ദീർഘകാലമായുള്ള അപരദന പ്രക്രിയയിലൂടെ തേയ്മാനം സംഭവിച്ച പ്രായം ചെന്ന മടക്ക് പർവ്വതങ്ങൾക്ക് അഥവാ അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് അരാവല്ലി നിരകൾ.
ഇനി പ്രധാന മലയോര വിനോദസഞ്ചാര കേന്ദ്രമായ മൗണ്ട് അബു ആരവല്ലി നിരയിലാണ് ഉള്ളത്. മാൾവ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയും മൗണ്ട് അബുവാണ്. ഓക്കെ. ഇനി 13 ദ്വിതീയ മേഖലയുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിട്ടുള്ള ഡയഗ്രാം പൂർത്തിയാക്കുക. വൈദ്യുതി, പിന്നെ എങ്ങനെയാണ് വൈദ്യുതി ദ്വിതീയ മേഖലയിൽ ഏതൊക്കെയാണ്? നിർമ്മാണ പ്രവർത്തനങ്ങൾ വരും, ജലവിതരണം, വ്യവസായം എന്നിവ വരും. ഓക്കെ. ഇനി 15 എ കോളത്തിൽ നൽകിയിട്ടുള്ളവർക്ക് ബി കോളത്തിലെ വിവരങ്ങൾ ക്രമപ്പെടുത്തി എഴുതുക. ഇവിടെ തന്നിട്ടുള്ളത് എയിൽ കാളിദാസന്, ശൂദ്രകന്, ഭാസന്, ഭർത്യഹരി. ബിയിൽ ഏതൊക്കെയാണ്? ത്രികാണ്ഡി, സ്വപ്നവാസവന്തം, മൃജഘടികം, കുമാരസംഭവം. ഓക്കെ. ഇനി ഇത് കറക്റ്റായിട്ട് വരുന്നത് കാളിദാസനുമായി ബന്ധപ്പെട്ടത് കുമാരസംഭവമാണ്, ശൂദ്രകനുമായി ബന്ധപ്പെട്ടത് മൃജഘടികമാണ്, ഭാസനുമായി ബന്ധപ്പെട്ടത് സ്വപ്നവാസവദന്തമാണ്, ഭൃത്യഹരിയുമായി ബന്ധപ്പെട്ടത് ത്രികാണ്ഡിയാണ്. 16 ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ എന്തെല്ലാമാണ്? എന്തൊക്കെയാണ്? ഈ നിയമത്തിൽ മനുഷ്യാവകാശ കോടതി, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവ നിർവചിച്ചിരിക്കുന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ രൂപീകരണം, ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ നിയമനം, നീക്കം ചെയ്യൽ, കാലാവധി, കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ, അധികാരങ്ങൾ തുടങ്ങിയവ ഈ നിയമത്തിൽ പ്രതിപാദിക്കുന്നു. കമ്മീഷൻ്റെ അന്വേഷണ നടപടിക്രമം, റിപ്പോർട്ട് സമർപ്പിക്കൽ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ രൂപീകരണം, പ്രവർത്തന അന്വേഷണ നടപടിക്രമങ്ങൾ എന്നിവയും ഈ നിയമത്തിൽ നിഷ്കർഷിക്കുന്നു. ഓക്കെ. 17 ഇന്ത്യൻ പാർലമെൻറ്റ് നിർവഹിക്കുന്ന ഏതെങ്കിലും 4 ചുമതലകൾ എഴുതാനാണ്. ഏതെങ്കിലും 4 എണ്ണമാണ് എഴുതേണ്ടത്. ഒന്ന് നിയമനിർമ്മാണമാണ്, മറ്റൊന്ന് എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക എന്നത്, അതുപോലെ പൊതുഖജനാവിൻ്റെ സംരക്ഷകനായി പ്രവർത്തിക്കുക, ഇംപീച്ച്മെൻറ്റ് നടപടികളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. ഇതൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റ് നിർവഹിക്കുന്ന പ്രധാനപ്പെട്ട 4 ചുമതലകൾ. 18 കുറയുന്ന സ്ത്രീ പുരുഷാനുപാതം എന്തൊക്കെ സാമൂഹിക പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത്? എന്തൊക്കെയാണ്? സ്ത്രീ പുരുഷാനുപാതം കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവും? ഒന്ന്, വിവാഹയോഗ്യരായ സ്ത്രീകളുടെ കുറവ്, സ്ത്രീകൾ വിലപ്പെട്ടതല്ലാത്തവരാണ് എന്ന നിലപാട്, പ്രായപൂർത്തിയാകാത്ത വിവാഹങ്ങൾ, സ്ത്രീകളുടെ കുറവ് അവരുടെ സുരക്ഷയെ ബാധിക്കുന്നു, ജനസംഖ്യാ വളർച്ചയിൽ മാറ്റം സൃഷ്ടിക്കുന്നു. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. 19 ഗുപ്തകാലത്ത് ഭൂമിദാന പ്രക്രിയയിലൂടെ ഉണ്ടായ 4 മാറ്റങ്ങൾ എഴുതാനാണ്. എന്തൊക്കെയായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്? ദാനം ചെയ്യപ്പെട്ട ഭൂമിയിലെ രാജാവിൻ്റെ സ്വാധീനം കുറഞ്ഞു, ദാനം ചെയ്യപ്പെടുന്ന ഭൂമിയിൽ നിന്നുള്ള നികുതി പിരിവിനും നീതിന്യായ നിർവഹണത്തിനുമുള്ള അധികാരം ഭൂവുടമസ്ഥർക്കൊപ്പം കൈമാറ്റം ചെയ്യപ്പെട്ടു, ദാനമായി കിട്ടുന്ന ഭൂമി തങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വീണ്ടും ദാനമായി നൽകാനുള്ള അവകാശവും ഭൂമി ദാനമായി കിട്ടിയവർക്ക് ലഭിച്ചു. അതുപോലെ തന്നെ ക്രമേണ രാജാവും പ്രഭുക്കളും തങ്ങൾക്ക് നൽകുന്ന സേവനങ്ങൾക്കുള്ള പ്രതിഫലം പണമായി നൽകാതെ ഭൂമിദാനത്തിൻ്റെ രൂപത്തിൽ നൽകി തുടങ്ങി. രാജാവിൽ നിന്ന് ഏറ്റവും അധികം ഭൂമി ലഭിച്ചത് ബ്രാഹ്മണർക്കാണെങ്കിലും ക്രമേണ മറ്റു വിഭാഗങ്ങൾക്കും ഭൂമിദാനം ലഭിച്ചു തുടങ്ങി. ഓക്കെ. അടുത്തത് 20ാമത്തെ ചോദ്യമാണ്. ഥാർ മരുഭൂമിയുടെ സ്വാഭാവിക അതിരുകൾ ഏതൊക്കെയാണ്? ഏതൊക്കെയായിരുന്നു ഥാർ മരുഭൂമിയുടെ അതിരുകൾ എന്ന് പറയുന്നത്? വടക്ക് പടിഞ്ഞാറ് സത്ലജ് നദീതടം, തെക്ക് റാൻ ഓഫ് കച്ച്, കിഴക്ക് ആരവല്ലി നിരകൾ, പടിഞ്ഞാറ് സിന്ധു നദീതടം. ഇതാണ് അതിൻ്റെ 4 അതിരുകൾ എന്ന് പറയുന്നത്. 21 കേരളത്തിലെ ഉയർന്ന ആയുർദൈർഘ്യത്തിന് കാരണമാകുന്ന ഘടകങ്ങൾ വ്യക്തമാക്കുക. എന്തൊക്കെയാണ്? ഒന്ന്, ഉയർന്ന സാക്ഷരതാ നിരക്കും ഉന്നത വിദ്യാഭ്യാസവും. മറ്റൊന്ന്, വികേന്ദ്രീകൃത പൊതുജനാരോഗ്യ നയം, ശുചിത്വം, ഭക്ഷ്യലഭ്യതയും പൊതുവിതരണവും. ഇതൊക്കെയാണ് കേരളത്തിൽ ഉയർന്ന ആയുർദൈർഘ്യം ഉണ്ടാവാനുള്ള കാരണം. 22 മനുഷ്യ മൂലധനത്തെ എങ്ങനെയെല്ലാം ശക്തിപ്പെടുത്താം? മെച്ചപ്പെട്ട ആരോഗ്യ സൗകര്യങ്ങൾ ഒരുക്കുക, വിദ്യാഭ്യാസ രംഗത്ത് വൻതോതിലുള്ള നിക്ഷേപം സാധ്യമാക്കുക, നൈപുണ്യ വികസനത്തിന് പ്രാധാന്യം നൽകുക, സ്ത്രീ സൗഹൃദ തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കുക. ഇങ്ങനെയൊക്കെ നമുക്ക് മനുഷ്യ മൂലധനത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി കഴിയും. 23 ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ്? ഒന്ന്, ഉഷ്ണമേഖലയിലെ സ്ഥാനം, ഉപദ്വീപിൻ്റെ സവിശേഷ ആകൃതി, സമുദ്രത്തിൽ നിന്നുള്ള അകലം, പർവ്വതനിരകളുടെ കിടപ്പ്, മൺസൂൺ കാറ്റിൻ്റെ ഗതി. ഇതൊക്കെയാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നത്. 24 ദേശീയ വരുമാനം കണക്കാക്കുന്നതിലെ പരിമിതികൾ എന്തൊക്കെയാണ്?
ഒന്ന്, കൃത്യമായ സ്ഥിതിവിവര കണക്കുകളുടെ അഭാവം. സാധന സേവനങ്ങളുടെ പണമൂല്യം ഒന്നിൽ കൂടുതൽ ഉൽപ്പാദന ഘട്ടങ്ങളിൽ രേഖപ്പെടുത്താനുള്ള സാധ്യത. ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും സേവനങ്ങളും സ്വന്തം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നില്ല. വിപണിയിൽ വില നിശ്ചയിക്കപ്പെടാത്ത സാധനങ്ങളും സേവനങ്ങളും സാധാരണയായി ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടുന്നില്ല. ഗാർഹിക ജോലി ദേശീയ വരുമാനത്തിൽ കണക്കാക്കപ്പെടുന്നില്ല. ഇതൊക്കെയാണ് ദേശീയ വരുമാനത്തിലെ പരിമിതികൾ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം 25 ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും മൊത്തവർദ്ധിത മൂല്യത്തിൽ തൃതീയ മേഖലയുടെ സംഭാവന മറ്റു മേഖലകളെ അപേക്ഷിച്ച് കൂടുതലാണ്. എന്തൊക്കെയാണ് ഇതിനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്? എന്തൊക്കെയാണ്? ആരോഗ്യ മേഖലയുടെയും വിദ്യാഭ്യാസ മേഖലയുടെയും പുരോഗതി ഉറപ്പാക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും, രാജ്യത്തിൻ്റെ വ്യാപാര വാണിജ്യ മേഖലകളെ മുന്നോട്ട് നയിക്കുന്ന ബാങ്കിങ്, ഇൻഷുറൻസ് സംവിധാനങ്ങളുടെ വളർച്ച, ഗതാഗത വാർത്താവിനിമയ മേഖലയിലെ നൂതന വികസന പ്രവണതകൾ, വിനോദസഞ്ചാര മേഖലയുടെ വളർച്ച, അറിവധിഷ്ഠിത വ്യവസായങ്ങളുടെ വളർച്ച. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ കുറേ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിലൂടെ നോക്കി. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ എക്സാമിൻ്റെ തലേ ദിവസം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലാസ്റ്റ് റിവിഷൻ പോലെ എല്ലാതും നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാരും ചാനൽ ഫോളോ ചെയ്യുക. ഓക്കെ, ബാക്കിയുള്ള നിങ്ങളുടെ സബ്ജക്റ്റുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കാണുക. താങ്ക്സ് ഫോർ വാച്ചിങ്.